ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗിനിപ്പന്നിയെ പറ്റിയാണ്. കാവി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കാവി എന്നും അറിയപ്പെടുന്ന ഗിനിപ്പന്നി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഗിനിപ്പന്നി കാവിയുടെ കുടുംബത്തിലെ കാവിയ എന്ന ജനസിൽപ്പെട്ട എലികളുടെ ഒരു ഇനമാണ്. ബ്രീഡർമാർ ഈ മൃഗത്തിന് കാവി എന്ന പേര് ഉപയോഗിക്കുന്നു. എന്നാൽ ശാസ്ത്രീയവും ലബോറട്ടറി സന്ദർഭങ്ങളിലും ഗിനിയപ്പന്നിയെ എന്നിങ്ങനെ സാധാരണയായി ഉപയോഗിക്കുന്നു. അങ്ങനെ അവ വിളിക്കുമെങ്കിലും ഗിനിപ്പന്നികൾ ഗിനിയയിൽ നിന്നുള്ളതല്ല. പന്നികളുമായി അവയ്ക്ക് അടുത്ത ബന്ധവുമില്ല. പകരം തെക്കേ അമേരിക്കയിലെ ആൻഡീസ് മേഖലയിലാണ് അവ ഉത്ഭവിച്ചത്. അവിടെ ഇന്നും കാട്ടുഗിനിപ്പന്നികളെ കാണാൻ കഴിയും. ബയോകെമിസ്ട്രിയും DNA ഹൈബ്രിഡൈസേഷനും അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അവ കാട്ടിൽ സ്വാഭാവികമായി നിലനിൽക്കാത്ത വളർത്തു മൃഗങ്ങളാണെന്നും എന്നാൽ സ്വിസ് ചൂടി പോലുള്ള അടുത്ത ബന്ധമുള്ള കാവി ഇനങ്ങളുടെ പിൻഗാമികളാണെന്നും ആണ്. യഥാർത്ഥത്തിൽ അവയെ ആൻഡിൻ മേഖലയിൽ കന്നുകാലികളെയാണ് വളർത്തിയെടുത്തത്. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ഇവ ഉപയോഗിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ വ്യാപാരികൾ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഗിനിപ്പന്നി അവതരിപ്പിച്ചതു മുതൽ പാശ്ചാത്യ സമൂഹത്തിൽ അവയ്ക്ക് ഒരു വളർത്തുമൃഗമെന്ന നിലയിൽ വ്യാപകമായ പ്രചാരം ലഭിച്ചു. അവയുടെ അനുസരണയുള്ള സ്വഭാവം കൈകാര്യം ചെയ്യുന്നതിലും തീറ്റ നൽകുന്നതിലും സൗഹൃദപരമായ പ്രതികരണം അവയെ പരിപാലിക്കുന്നതിലൂടെ താരതമ്യേന എളുപ്പം എന്നിവ ഗിനിപ്പന്നികളെ വളർത്തുമൃഗങ്ങളുടെ ഒരു ജനപ്രിയ തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. തൽഫലമായി ലോകമെമ്പാടും ഗിനിപ്പന്നികളുടെ മത്സരാധിഷ്ഠിത പ്രജനനത്തിനായി സംഭവിച്ചിരിക്കുന്ന സംഘടനകളും രൂപീകരിച്ചിട്ടുണ്ട്. കൃത്രിമ തിരഞ്ഞെടുപ്പിലൂടെ വ്യത്യസ്ത കൂട്ടുനിറങ്ങളും സംഘടനകളും ഉള്ള നിരവധി വ്യത്യസ്ത കൂട്ടുനിറങ്ങളും ഘടനകളും ഉള്ള നിരവധി പ്രത്യേക ഇനങ്ങളെ ബ്രീഡർമാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഗിനിപ്പന്നികളുടെ കന്നുകാലി ഇനങ്ങൾ പല തദ്ദേശീയ ആൻഡിയൻ ജനതയുടെയും നാടോടി സംസ്കാരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഭക്ഷണ സ്രോതസ്സ് എന്ന നിലയിൽ നാടോടി വൈദ്യത്തിലും സമൂഹ മതപരമായ ചടങ്ങുകളിലും മാത്രമല്ല അവയുടെ മാംസത്തിനും ഇവ ഉപയോഗിക്കുന്നു. ആൻഡീസ് പർവ്വത നിരകളിലെ ഒരു പ്രധാന പാചക വിഭവമാണ് ഗിനിപ്പന്നികൾ. അവിടെ ഇത് കുയി എന്നും അറിയപ്പെടുന്നു. 2000-ങ്ങളുടെ മധ്യത്തിൽ വിപണനക്കാർ തെക്കേ അമേരിക്കയ്ക്ക് പുറത്തേക്ക് അതിൻ്റെ ഉപഭോഗം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. 17-ാം നൂറ്റാണ്ട് മുതൽ വളർത്തു ഗിനിപ്പന്നികളിൽ ജൈവശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിവരുന്നു. അവ ഇപ്പോഴും ഗവേഷണങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. പ്രാഥമികമായി ജുവനൈൽ പ്രമേഹം, ക്ഷയം, സ്കർവി, മനുഷ്യരെ പോലെ അവയ്ക്ക് വിറ്റാമിൻ സി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഗർഭകാല സങ്കീർണതകൾ തുടങ്ങിയ മനുഷ്യ മെഡിക്കൽ അവസ്ഥകളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള മാതൃകകളായി. പെറുവിൽ നിന്നുള്ള ഇൻക ജനതയുടെ പ്രിയപ്പെട്ട വന്യമൃഗമായിരുന്നു ഗിനിപ്പന്നികളെന്ന് സ്പാനിഷ് കുടിയേറ്റക്കാരുടെ ആദ്യകാല വിവരണങ്ങൾ പറയുന്നു. ഗിനിപ്പന്നികളുമായി ബന്ധപ്പെട്ട ബലിച്ചടങ്ങുകൾ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക, മരിച്ചവരെ അനുഗമിക്കുക അല്ലെങ്കിൽ ഭാവി വായിക്കുക തുടങ്ങിയ സമൂഹത്തിലെ നിരവധി ഉദ്ദേശ്യങ്ങൾ നിറവേറ്റി എന്നതിന് തെളിവ് നൽകുന്നു. വളർത്തു ഗിനിപ്പന്നികൾ സാധാരണയായി കൂടുകളിലാണ് താമസിക്കുന്നത്. എന്നിരുന്നാലും ധാരാളം കാവ്യങ്ങളുടെ ചില ഉടമകൾ അവരുടെ വളർത്തു മൃഗങ്ങൾക്കായി മുഴുവൻ മുറികളും നീക്കി വയ്ക്കാറുണ്ട്. ഗിനിപ്പന്നികൾ പലപ്പോഴും അവയുടെ ഭക്ഷണം പാത്രങ്ങളിലേക്ക് ചാടുകയോ കിടക്കുകയും മലവും അവയിലേക്ക് ചവിട്ടുകയോ ചെയ്യുന്നു. അവയുടെ മൂത്രം ചിലപ്പോൾ കൂടിൻ്റെ പ്രതലങ്ങളിൽ വരകളായി മാറുന്നു. ഇത് നീക്കം ചെയ്യാൻ പ്രയാസമാകാറുണ്ട്. കൂട്ടിൽ വൃത്തിയാക്കിയ ശേഷം ഒരു ഗിനിപ്പന്നി സാധാരണയായി മൂത്രമൊഴിക്കുകയും അതിൻ്റെ പ്രദേശം അടയാളപ്പെടുത്താൻ കൂടിൻ്റെ തറയിലൂടെ താഴത്തേക്ക് ശരീരം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഗിനിപ്പന്നികൾ 2 അതിലധികമോ എണ്ണം കൂട്ടമായി വളരുന്നു. ഗിനിപ്പന്നികൾ മറ്റ് വ്യക്തിഗത ഗിനിപ്പന്നികളുമായി തിരിച്ചറിയാനും ബന്ധം സ്ഥാപിക്കാനും പഠിക്കുന്നു.
സ്വിറ്റ്സർലൻഡിൽ ഒരു തുണയില്ലാതെ ഒരു ഗിനിപ്പന്നിയെ വളർത്തുന്നത് നിയമവിരുദ്ധമാണ്. ഗിനിപ്പന്നികളുടെ സ്വാഭാവിക ഭക്ഷണം പുല്ലാണ്. അവയുടെ അണപ്പല്ലുകൾ സസ്യാവശിഷ്ടങ്ങൾ ഓടിക്കാൻ പ്രത്യേകിച്ചും അനുയോജ്യമാണ്. അവ ജീവിതകാലം മുഴുവൻ തുടർച്ചയായി വളരുന്നു. മിക്ക എലികളെക്കാളും ഗിനിപ്പന്നികൾക്ക് വളരെ നീളമുള്ള കോളണുകൾ ഉണ്ട്. എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം ദഹന നാളത്തിൽ സംസ്കരിച്ച് പതിവ് മലമായി പുറന്തള്ളപ്പെടുന്നു. ദഹിക്കാൻ പ്രയാസമുള്ള നാരുകളിൽ നിന്ന് പോഷകങ്ങൾ പുറത്തെടുക്കുന്നതിന് ഗിനിപ്പന്നികൾ ചക്കത്തിൽ നാരുകൾ പുളിപ്പിക്കുകയും തുടർന്ന് ഉള്ളടക്കങ്ങൾ ചക്കട്രോപ്പുകളായി പുറന്തള്ളുകയും ചെയ്യുന്നു. അവ വീണ്ടും ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് ചക്കട്രോപ്പുകൾ ചെറുകുടലിൽ ആഗിരണം ചെയ്യപ്പെടുകയും പോഷകങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഗിനിപ്പന്നി ഗർഭിണിയായോ പൊണ്ണത്തടിയുള്ളവയോ അല്ലാത്ത പക്ഷം ചക്കട്രോപ്പുകൾ മലദ്വാരത്തിൽ നിന്ന് നേരിട്ട് കഴിക്കുന്നു. നിമോത്തി പുല്ല് അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണ ഗുളികകൾ എന്നിവ ഗിനിപ്പന്നികൾക്ക് ഗുണം ചെയ്യും. ആൽഫാൽഫ പുല്ല് ഒരു ജനപ്രിയ ഭക്ഷണ തെരഞ്ഞെടുപ്പാണ്. ആൽഫാൽഫയിൽ പ്രോട്ടീൻ, അമിനോ ആസിഡുകൾ, നാരുകൾ എന്നിവ നിറക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണ സ്രോതസ്സായി പരാമർശിക്കുന്നു. ഗിനിപ്പന്നികൾക്ക് വിറ്റാമിൻ സി കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവയ്ക്ക് മാരകമായ സ്കർവി ബാധിക്കാൻ ഇടവരുന്നു. അവയ്ക്ക് പ്രതിദിനം ഏകദേശം 10 മില്ലിഗ്രാം വിറ്റാമിൻ സി ആവശ്യമാണ്. ഗർഭിണികൾ ആണെങ്കിൽ 20 മില്ലിഗ്രാം ആവശ്യമാണ്. എന്നാൽ മതിയായ അളവിൽ വിറ്റാമിൻ എ, ഡി, ഇ എന്നിവയും ആവശ്യമാണ്. ഗിനിപ്പന്നികൾക്ക് മോശം ഭക്ഷണക്രമം നൽകുന്നത് പേശീവൈകല്യം, മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ, ഗർഭധാരണത്തിലെ ബുദ്ധിമുട്ടുകൾ, വിറ്റാമിൻ കുറവുകൾ, പല്ലുകളുടെ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗിനിപ്പന്നികളുടെ പല്ലും നഖങ്ങളും വളരുന്നതിനാൽ അവ പതിവായി കാര്യങ്ങൾ കടിച്ചു കയറുന്നു. ചില സസ്യങ്ങൾ ഗിനിപ്പന്നികൾക്ക് വിഷമാണ്. ആവി ഓക്ക് മരങ്ങളുടെ ഇലകൾ, ബട്ടർകാപ്പ്, ചാർലോക്ക് തുടങ്ങിയ ഒട്ടനവധി സസ്യങ്ങൾ ഗിനിപ്പന്നികൾക്ക് വിഷമാണ്. വളർത്തു ഗിനിപ്പന്നികളിൽ സാധാരണയായി കാണപ്പെടുന്ന രോഗങ്ങളാണ് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ, വയറിളക്കം, സ്കർവി, അണുബാധ മൂലമുള്ള കുരുക്കൾ, പേൻ, കാഷ് അല്ലെങ്കിൽ ഫംഗസ് എന്നിവ മൂലമുള്ള അണുബാധകൾ മുതലായവ. ഗിനിപ്പന്നിക്ക് തടിച്ചതും ഒതുക്കമുള്ളതുമായ ശരീരമുള്ളതിനാൽ അമിതമായ ചൂടിനേക്കാൾ അമിതമായ തണുപ്പ് അത് എളുപ്പത്തിൽ സഹിക്കും. ഗിനിപ്പന്നികളുമായി സമ്പർക്കം പുലർത്തുന്ന ലബോറട്ടറി മൃഗത്തൊഴിലാളികൾ റെറ്റിനിസ്, കൺജങ്ക്വിറ്റിസ്, ആസ്മ എന്നിവ ഉൾപ്പെടെയുള്ള അലർജി ലക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗിനിപ്പന്നികളുടെ മൂത്രത്തിലൂടെയും ഉമിനീരിലൂടെയും ഗിനിപ്പന്നി ടാൻഡറിലും 2 പ്രധാന ഗിനിപ്പന്നി അലർജികൾ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ്യ ജനതയിലെ പരമ്പരാഗത ഉപയോഗങ്ങളാണ് ഇവർ ഗിനിപ്പന്നികളെ സമാനങ്ങളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. മഞ്ഞപ്പിത്തം, വാതം, സന്ധിവാതം, ടൈഫസ് തുടങ്ങിയ രോഗങ്ങൾ നിർണ്ണയിക്കാൻ മൃഗങ്ങളെ ഉപയോഗിക്കുന്ന നാടോടി ഡോക്ടർമാർ പരമ്പരാഗത രോഗശാന്തി ആചാരങ്ങളിലും ഇവ ഉപയോഗിക്കുന്നു. രോഗികളുടെ ശരീരത്തിൽ അവ തടവുകയും ഒരു അമാനുഷിക മാധ്യമമായി കാണപ്പെടുകയും ചെയ്യുന്നു. രോഗനിർണയത്തിന് കറുത്ത ഗിനിപ്പന്നികളെ പ്രത്യേകിച്ചും ഉപയോഗപ്രദമായി കണക്കാക്കുന്നു. റിവേക്കാർ ഓരോ വർഷവും ഏകദേശം 65 ദശലക്ഷം ഗിനിപ്പന്നികളെ ഭക്ഷിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ഒക്ടോബർ 2-ാം വെള്ളിയാഴ്ച പിറവിയിലൂടെ നീളമുള്ള ദേശീയ ഗിനിപ്പന്നി ദിനത്തിലാണ് മിക്ക ഗിനിപ്പന്നി ആഘോഷങ്ങളും നടക്കുന്നത്. ജനപ്രിയ സംസ്കാരത്തിലും മാധ്യമങ്ങളിലും സാഹിത്യത്തിലും ചെറുകഥകളിൽ, ബാലസാഹിത്യത്തിലും സിനിമയിലും ടെലിവിഷനിലും ഗിനിപ്പന്നികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.